നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങേക്ക് ഇരിക്കപ്രതിയില്ല. കാരണം ഇപ്പം യുദ്ധങ്ങളൊന്നും എവിടെയും നടപ്പാവുന്നില്ല. അപ്പോൾ പിന്നെ സമാധാനത്തിന് വേണ്ടി എങ്ങനെയാണ് പ്രയത്നിക്കുക? യുദ്ധമുണ്ടെങ്കിലല്ലേ സമാധാനത്തിന് വേണ്ടി പ്രയത്നിക്കാൻ പറ്റുള്ളൂ. ആയതുകൊണ്ട് എങ്ങനെ യുദ്ധം ഉണ്ടാക്കണം എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് പരക്കം പാഞ്ഞുകൊണ്ട് കിടക്കുക. എന്നാൽ ഇറാൻ്റെ മേലെ കൊണ്ട് ബോംബിടാം. ഇത് പറഞ്ഞ് നടക്കുകയാണ് ഇവിടെ ട്രംപപ്പൻ. ഏതായാലും UAE ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ നമ്മൾ സാധാരണ ഇന്ത്യ ഗവൺമെൻറ്, ഓസ്ട്രേലിയ ഗവൺമെൻറ്, അല്ലെങ്കിൽ ബ്രിട്ടൻ, അല്ലെങ്കിൽ ഫ്രാൻസ്, അതല്ലെങ്കിൽ അമേരിക്ക, റഷ്യ എന്നൊക്കെ പറയുമ്പോൾ UAE ഒരു ചെറിയ ഗവൺമെൻറ് മാത്രമാണ്. അത് വലിയ സാമ്പത്തിക സ്ഥിതികളെന്നല്ല, കുറച്ച് മാത്രം ജനസംഖ്യ, അതിനപ്പുറമുള്ള എണ്ണ വ്യവസായം ഇതൊക്കെ ഉണ്ട് അവർക്ക്. പക്ഷേ ഇതിനിടയിൽ ആ ഒരു ഭാഗത്ത് പലപ്പോഴും യുദ്ധം നടന്നിട്ടുണ്ട്. ഗൾഫ് യുദ്ധം തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊന്നും അവർ കാണിക്കാത്ത മാനസിക ബലം അതിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഉറച്ച ശബ്ദം പുറത്തു വന്നിരിക്കുകയാണ്. ഇറാനെ നിങ്ങൾ ആക്രമിക്കുകയോ ആക്രമിക്കാതിരിക്കുകയോ ചെയ്യുക ട്രംപിനോട്. പക്ഷേ ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മണ്ണ്, ഞങ്ങളുടെ ഭൂമി, ഞങ്ങളുടെ ആകാശം, ഞങ്ങൾക്ക് അവകാശപ്പെട്ട സമുദ്രമേഖല ഉപയോഗിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇനി അതിനെ മറികടക്കാൻ ട്രംപ് ശ്രമിക്കില്ല വേറെ കാര്യം. പക്ഷേ പറഞ്ഞല്ലോ, അത് കൊടുക്കണം നമുക്കൊരു ബിഗ് 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 സല്യൂട്ട് UAE ഭരണാധികാരികൾക്ക്. ഗൾഫ് യുദ്ധം വന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് മനസ്സോർക്കുന്നൊരു കാര്യമുണ്ട്. ഗൾഫ് യുദ്ധം വന്ന സമയത്ത് ഗൾഫ് ഭരണാധികാരികൾക്ക് ചാഞ്ചല്യമുണ്ടായി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം ചെയ്ത് പരിചയമുള്ളവരല്ല. നമ്മുടെ നാട്ടിലെ പോലീസിൻ്റെ ശക്തി അവിടുത്തെ പട്ടാളത്തിന് അന്നുള്ളൂ. വലിയ രീതിയിലുള്ള ആംഡ് ഫോഴ്സുകൾ അവർക്കില്ല. ഇന്ത്യയെയോ അല്ലെങ്കിൽ അമേരിക്കയോ റഷ്യയ്ക്കും താരതമ്യം ചെയ്യാൻ കഴിയില്ല അവർക്ക്. അവർക്ക് ആരാ ശത്രുക്കൾ? ആ ഒരു മേഖലയിൽ ശത്രുക്കളും ഇല്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൾഫ് യുദ്ധം വരുന്നത്. ആ സമയത്ത് അവിടെയുള്ള UAE പ്രസിഡന്റ്, അത് അബുദാബിയിലാണ് അദ്ദേഹം, പ്രധാനമന്ത്രി ദുബായിലെ മക്തൂം അവർകളാണ്. അത് കൺവെൻഷനായിട്ട് അങ്ങനെയാണ് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അവരെ മനസ്സിൽ ചാഞ്ചല്യം ഉണ്ടായി. ഞാനത് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, ഗൾഫ് യുദ്ധം നടമാടുകയാണ് അവിടെ, അതിനെ എവിടെ എത്തിച്ചേരുന്നറിയില്ല, അങ്ങ് വേണമെങ്കിൽ നാട്ടിലേക്ക് പോയിക്കോളൂ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജനിച്ചത് കേരളത്തിലാണ്, നാട്ടികയിലാണ്, പക്ഷേ എനിക്കൊരു ജീവിതം തന്നത് ഈ മണ്ണാണ്. ഈ യുദ്ധത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് എനിക്ക് സംഭവിച്ചോട്ടെ, എന്നായാലും സംഭവിക്കണമല്ലോ. യൂസഫ് അലി, അതായത് യൂസഫ് അലിയോട് വേണമെങ്കിൽ, യൂസഫ് അലി സാഹിബിനോട് നിങ്ങൾ വേണമെങ്കിൽ നാട്ടിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ കാരണം എന്താണ്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഇവിടെ നിൽക്കാനല്ലേ പറ്റൂ, അതല്ലേ ആ സ്വരത്തിൻ്റെ അർത്ഥം. അന്നൊക്കെ അവർ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ കെട്ടിപ്പൊക്കിയ 80-85 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ അബുദാബി ഉണ്ടായത്. അത് പലർക്കും അറിയില്ല. ഇന്നിവിടെയുള്ള കാരണവന്മാർ 85-90 വയസ്സുള്ള ആളുകൾക്ക് അവിടെ അബുദാബി ഇല്ല എന്നവിടെ. അബു എന്ന് പറഞ്ഞ അച്ഛൻ എന്നാണ് അതിന് പറയുക. ദാബി എന്ന് പറഞ്ഞാൽ ഒരു തരം മാൻകൂട്ടം, അതായത് ഈ മാൻകൂട്ടമല്ല, നമ്മളുടെ മാനുകളുണ്ടല്ലോ കാട്ടിലെ, അതുപോലെ ഒരു മൃഗം. അത് അവർക്ക് മരുഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മാൻകൂട്ടത്തിൻ്റെ അബു, ആ ദേശം, നമ്മൾ പിതൃഭൂമി മാതൃഭൂമി എന്ന് പറഞ്ഞ പോലെ, അങ്ങനെ അബു, ദാബിയുടെ അബു, അതാണ് അബുദാബി. അതുണ്ടായിട്ട് 10-85 വർഷങ്ങളായിട്ടുള്ളൂ. ആയതുകൊണ്ട് തന്നെ അവർ വൻ ശക്തികളായിട്ടൊന്നും വളർന്നിട്ടില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ ഭംഗിയായിട്ട് അവർ കൊണ്ടു നടക്കുന്നു. ദുബായിയെക്കുറിച്ച് എന്നോട്, ഞാൻ ദുബായിൽ ഇങ്ങനെ പോയിട്ട് അവിടെ ഇവിടേക്ക് പോകുമ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ് നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറയും. അങ്ങനെ അവിടെ പോയിട്ട് നോക്കുമ്പോൾ ഇത് ഇപ്പുറത്ത് കാണാം, ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് കാണാം. പക്ഷേ ചുറ്റി സഞ്ചരിച്ചിട്ടൊക്കെയാണ് വരിക. അപ്പോൾ ഞാൻ ഒരു ദിവസം ചോദിച്ചു, അപ്പോൾ ഈ ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 10 മണിക്കൂറിൽ നടന്ന് കാണാവുന്ന സ്ഥലമേ ഉള്ളൂ അല്ലേ? അപ്പോൾ അയാൾ പറയാം, തീർച്ചയായിട്ടും വെയിൽ കാലഘട്ടത്തെ പറ്റില്ല, തണുപ്പ് കാലഘട്ടമാണെങ്കിൽ നടന്ന് കാണാവുന്ന അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ ഒരു സായുധ ശക്തിയല്ല, സൈനിക ശക്തിയല്ല. എന്നിട്ടും ആയതുകൊണ്ട് തന്നെ
ഈ അടുത്ത കാലത്തുണ്ടായ ഇസ്രായേൽ ആ ആ ഭാഗത്തുണ്ടായ യുദ്ധത്തിൽ ഒരു കാരണവശാലും അവർ ഇടപെട്ടിട്ടില്ലല്ലോ. യുദ്ധം നിർത്തിവെക്കൂ, സമാധാനത്തിലേക്ക് വരൂ, നിങ്ങൾ സന്ധി സംഭാഷണം നടത്തൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിലിടപെടാൻ അവർ തയ്യാറായില്ല. ഇടപെട്ടിട്ട് കാര്യമില്ല. കാരണം വൻ ശക്തികൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഇവരിടപെട്ടിട്ട് അവിടെ ഒന്നും ഒരു നീക്കുപോക്ക് വരുത്തിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രാർത്ഥിക്കാനേ കഴിയൂ, ഉപദേശിക്കാനേ കഴിയുള്ളൂ. പ്രാർത്ഥനയും അർത്ഥനയും അത് രണ്ടും മാത്രമാണ് നടത്തിയത്. ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഈ മറ്റേ ഏത് സമയത്താണ് വെടിപൊട്ടണേന്ന് അറിയില്ല. തൃക്കൂർ അമ്പലത്തിൽ കൃഷ്ണേട്ടൻ മീശകൃഷ്ണൻ നായർ ചൂട്ടും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ. കാരണം വെച്ചാൽ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന സമയത്ത് വെടിപൊടി നമ്മൾ ഞെട്ടിയാലോ, അപ്പോൾ അങ്ങോട്ട് നോക്കി വെക്കും എപ്പോഴാണ് തീ വെക്കണമെന്ന് അറിയാണ്ട്. ഇതുപോലെ ട്രംപിൻ്റെ നിൽപ്പ് അവിടെ വെടിപൊട്ടിക്കാൻ. ഏതായാലും UAE സർക്കാർ അറുത്ത് മുറിച്ചൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അതിന് UAEയുടെ മണ്ണ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. UAEയുടെ അതിർത്തി, അവരുടെ വ്യോമമേഖല, പിന്നെ സമുദ്രത്തിനും അതിർത്തിയുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇത്ര നോട്ടിക്കൽ മൈല് അത് ഇന്ത്യയുടെ അതിർത്തിയാണ്. അതിൻ്റെ ഉള്ളിൽ പാകിസ്ഥാൻ മറ്റേ ആൾക്കാർ വന്നാൽ നമുക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്, ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. തിരിച്ചങ്ങോട്ടും അതുപോലെ തന്നെ. അപ്പോൾ ആ സമുദ്ര അതിർത്തി, വ്യോമമേഖല, അവരുടെ ഭൂമിയുടെ അതിർത്തി, അതൊന്നും ഉപയോഗിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ലെന്ന് UAE പറഞ്ഞിട്ടുണ്ട്. സഹിക്കാൻ കഴിയാതായി തുടങ്ങി. ട്രംപ് ഇപ്പോൾ വീട്ടിൽ കിടന്നുറങ്ങുന്നില്ല. അയാളെപ്പോഴും ഇറാൻ്റെ അപ്പുറത്തോ അപ്പുറത്തോ ഉണ്ടാവും. ഇതാണ് അയാളുടെ സ്ഥിതി. അയാളുടെ കപ്പലുകളും അതും ഇതും എല്ലായിടത്തും. അതായത് പശ്ചിമേഷ്യ എപ്പോഴും കലാപപൂരിതമായിരിക്കണം, അവിടുത്തെ എണ്ണയുടെ വില നിശ്ചയിക്കുന്നത് ഞങ്ങളായിരിക്കും എന്ന രീതിയിലുള്ളൊരു കൽപ്പനയുമായിട്ട് ആൾ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. അത് മാത്രമല്ല, പലപ്പോഴും പലതുകൊണ്ടും അപ്പുറത്ത് അറബ് രാഷ്ട്രങ്ങൾക്ക്, ആ അറബ് രാഷ്ട്രങ്ങൾ തന്നെ പലരും, അറബ് രാഷ്ട്രങ്ങൾ ഞാൻ ഏരിയകളിലെല്ലാം പെട്ടു, യമനൊക്കെയും പെട്ടു കേട്ടോ, ഈജിപ്ത്, യമൻ, ടർക്കി, ഇതൊക്കെയും പെട്ടിട്ടാണ് ഈ അറബ് രാഷ്ട്രം ഇപ്പോൾ പറയുന്നത്. അതിൽ തന്നെ അവർക്ക് തിരിച്ചടികളുണ്ട്, ശത്രുക്കളുണ്ട്. അപ്പം അവർക്ക് നേരിടാൻ വേണ്ടിയിട്ട് ഒരു കൂലിപ്പട്ടാളം പോലെ അമേരിക്കൻ പട്ടാളം അവിടെ നിൽക്കുന്നുണ്ട്. പണ്ട് നമുക്ക് പറ്റിയത് അത് തന്നെയാണ്. നമ്മുടെ പഴശ്ശിരാജയുടെ അമ്മാവൻ ഇവന്മാരെ വിളിച്ചു. പഴശ്ശിരാജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയാണ് ഇഷ്ടപ്പെടുക? അവസാനം പഴശ്ശിരാജ വെടിവെച്ച് കൊന്നു. പക്ഷെ എന്നിട്ട് പോലും പഴശ്ശിരാജയെ വെടിവെച്ച് കൊന്ന ആൾ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്തു. കാരണം അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി വാദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആയതുകൊണ്ട് തന്നെ ഇവിടെ പറയില്ലേ, ഞാൻ നിൽക്കണോ പോണോ, ഇടപെടണമെന്ന്. എവിടെയും അടിയുണ്ട് ചില ആൾക്കാരുണ്ട്, ഞാൻ നിൽക്കണോ പോണോ, അതിന് അടിയിൽ നിൽക്കും സാക്ഷിയാവാൻ വേണ്ടി, മഹാസാക്ഷി. അതുപോലെ എവിടെ യുദ്ധത്തിൻ്റെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് എന്താണ് എന്ന് തുപ്പ്, രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ തുപ്പിയാൽ മതി, ഉടനെ തന്നെ ഞാൻ വരണോ, എന്നായി ഇവിടേക്ക് വരണോ. അതിനുവേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് അവർ. കോൺട്രാക്റ്റ്, കൊട്ടേഷൻ ടീം, ലോകോത്തര കൊട്ടേഷൻ പറയാമോ, അവർ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ അത് മടുത്തു. ഇതിനു വേണ്ടി മാത്രം കച്ചുകെട്ടി നടക്കുന്ന ഒരാളുടെ ജൽപ്പനങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും മടുത്തിട്ടാണ് ഇപ്പോൾ UAE ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ അത് ബാധിക്കരുത്. സ്വന്തം മണ്ണിലോ അതല്ലെങ്കിൽ വ്യോമമേഖലയിലോ സമുദ്ര അതിർത്തിയിലോ ഒരു ശത്രുതാപരമായിട്ടുള്ള നീക്കങ്ങൾ നിങ്ങൾ വന്നോളൂ, സന്തോഷമേ ഉള്ളൂ. പക്ഷേ ശത്രുക്കളെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഭൂമി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഞങ്ങൾ, ഇപ്പോൾ ഇറാൻ്റെ ശത്രുത ഏറ്റുവാങ്ങേണ്ടി വരും. അത് ഞങ്ങൾ സമ്മതിക്കില്ല. ആയതുകൊണ്ട് ശത്രുതാപരമായിട്ടുള്ള നീക്കങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമിക അനുവദിക്കാൻ പറ്റില്ലെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവനയിലൂടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഗൾഫ് മേഖലയിൽ വർദ്ധിച്ചു വരികയാണ് അമേരിക്കൻ സൈനിക സാന്നിധ്യം. ഇന്നൊരു കപ്പൽ വന്നു, നാളെ കപ്പൽ വന്നു, എബ്രഹാം ലിങ്കൻ വന്നു, കെന്നഡി വന്നു എന്നൊക്കെയും പറഞ്ഞ് കപ്പലുകളുടെ പേരുകളാണ്. അവരിങ്ങനെ പീഡിപ്പിച്ചും പേടിപ്പിച്ചും നിർത്തിയിരിക്കുകയാണ് അവിടുത്തെ ആളുകളെ. ഇപ്പോൾ ഇറാനിലേക്ക് പ്രശ്നം നടക്കുന്നില്ല, വിമതന്മാരുണ്ട്, അവർ ഒന്നിലും ഈ പക്ഷത്ത് കയറില്ല, അപ്പുറത്തെ പക്ഷത്ത് കയറും. എന്നിട്ട് ഇങ്ങനെ പണ്ടൊക്കെയും എവിടെയും സ്കൂളിലൊക്കെയും പിള്ളേർ വഴക്ക് കൂടുമ്പോൾ ഇപ്പുറത്തെ കുറേ പിള്ളേർ ഈ മൂക്ക് കയറി ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് വഴക്ക് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അടി നന്നായിട്ട് നടക്കാൻ വേണ്ടി. ഇതാണ് ഇപ്പോൾ ട്രംപും കൂട്ടനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ നിലപാടിന് പിന്നിൽ സംഘർഷങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ അവിടെ നിസ്സംഗത പാലിക്കുക, അവിടെ നിഷ്പക്ഷത പാലിക്കുക. അതോടൊപ്പം തന്നെ
നയത്തോടുകൂടി തന്ത്രത്തോടുകൂടി സംയമനത്തിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുക, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുവേണ്ടി സംയമനത്തിനും അതുപോലെ തന്നെ മറ്റവരുടെ ഈ പ്രശ്നം പരിഹാരത്തിനുമായിട്ട് എങ്ങനെയൊക്കെ ശ്രമിക്കുക അതൊക്കെ ചെയ്യുന്നവരാണ് UAE ആൾക്കാർ. സമാധാന ചർച്ചകൾ, സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ, രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മുഖ്യ വില കൽപ്പിക്കുന്നൊരവസ്ഥ, ഇതൊക്കെയും UAE എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. അവരുടെ തന്ത്രപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസിൻ്റെ ചുമതല വഹിക്കുന്ന ആഫ്ര അൽ ഹമേലി അബുദാബി അതേ കാര്യങ്ങൾ വ്യക്തമാക്കി. നമുക്ക് യുദ്ധമല്ല വേണ്ടത്, യുദ്ധം ഒരിക്കലും സർഗാത്മകമല്ല, അത് നാശോന്മുഖമാണ്, ഡിസ്ട്രക്റ്റീവാണ്. ചെയ്യുന്ന ആൾക്കും ചെയ്യിപ്പിക്കുന്ന ആൾക്കും ആ ഏരിയയിലുള്ള എല്ലാ ആളുകൾക്കും അത് ബാധിക്കും. ഇറാനെതിരെയായിട്ടുള്ള ഒരു സൈനിക നീക്കത്തിനും ലോജിസ്റ്റിക് പിന്തുണ നൽകുന്നത് നിരോധിച്ചിട്ടുണ്ടെന്ന് UAE വക്താവ് കൂട്ടിച്ചേർത്തു. US സൈനിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഒരുപാട് പരക്കുന്നുണ്ട്. എപ്പോൾ വേണി പൊട്ടും, തൊട്ടാൽ പൊട്ടും, ബബ്ലൂസ് മൊട്ടവഞ്ഞാൽ നിൽക്കുന്നത് അവിടെ. ഭൗമരാഷ്ട്രീയപരമായിട്ടുള്ള സംഘർഷങ്ങൾ നിറഞ്ഞ മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് UAE എപ്പോഴും, UAE മാത്രമല്ല ഖത്തറിനെ പോലുള്ള രാജ്യങ്ങളൊക്കെയും വലിയ രൂപത്തിൽ അവരുടെ പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷെ അമേരിക്കയുടെ സൈനികമായിട്ടുള്ള സാന്നിധ്യം മേഖലയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ആ സമയത്ത് ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി അങ്ങനെ ടെഹ്റാനിലെ ഒരു ഭൂഗർഭ അറയിലേക്ക് മാറി, അങ്ങനെ റിപ്പോർട്ടുണ്ട്, ഇല്ലെന്നും പറയുന്നുണ്ട്. ഈ ബങ്കറിലാകട്ടെ പരസ്പരം ബന്ധിപ്പിക്കുന്ന തുരങ്കങ്ങൾ, അത്യാധുനികമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ തുരങ്കങ്ങളൊക്കെ പണ്ടൊക്കെയും വേദകാലഘട്ടത്തിൽ കേട്ടിട്ടുണ്ട്, പിന്നെ നബിത്തിരുമേനി അത് ഉപയോഗിച്ചായിട്ടുള്ള കേട്ടതുണ്ട്. ഇപ്പം അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇസ്രായേൽ യുദ്ധത്തിലേക്കും തുരങ്കങ്ങളുടെ കഥകൾ ഒരുപാട് കേട്ടതല്ലേ. യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ ഇറാനിലെ ഭരണവർഗത്തെ രക്ഷിക്കുക, അതെല്ലായിടത്തെയും സ്ഥിതി ചെയ്താണ്. യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെ തന്നെ ബോംബ് വീഴുക എല്ലാവർക്കും അറിയാം. അവിടുത്തെ ഭരണവർഗത്തെ സംരക്ഷിക്കുക, അതാണ് ഇങ്ങനെയുള്ള തുരങ്കങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ പുറകിലുള്ള ലക്ഷ്യം. ഇറാൻ അവരുടെ ആന്തരികമായിട്ടുള്ള സുരക്ഷ, ആഭ്യന്തര സുരക്ഷ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ അവിടെ അങ്ങും ഇങ്ങും, ഇവിടെ പൊട്ടും, അവിടെ നടക്കുമെങ്കിലും ഇവിടെ പൊട്ടും, അതൊക്കെയാണ് അവിടുത്തെ സ്ഥിതി. ആയതുകൊണ്ട് തന്നെ അവർ വലിയ ജാഗ്രതയിലാണ്. ഇതിനിടെ ഇറാനിൽ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ അതിരൂക്ഷമായിട്ട് നടക്കുകയാണ്. മാത്രമല്ല സാമ്പത്തിക ക്രമം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. അതിന് കണക്കില്ല, 1000 പറയണു, 2000 പറയണു. ഇറാനിന് പുറത്തുള്ള ആൾക്കാർ 3000, 4000 വരെ പറയുന്നുണ്ട്. ആ മനുഷ്യാവകാശ സംഘടനകളാണ് പ്രധാനമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. സാമ്പത്തികമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള നിരവധി ഘടകങ്ങൾ ചേർത്തുകൊണ്ട് UAEയും ഇറാനും തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധത്തിന് ചില സങ്കീർണതകളുണ്ട്. അതിൽ പ്രധാനമായിട്ട് മതപരമാണ്. സുന്നി ഷിയ എന്ന് പറഞ്ഞ പ്രബലമായിട്ട് 2 വിഭാഗങ്ങൾ. ഇത് മുസ്ലിം സമൂഹത്തിൽ നബിത്തിരുമേനിയുടെ മറമാടുന്ന പ്രക്രിയ നടക്കുന്നതിന് മുമ്പ് തന്നെ ഉരുത്തിരിഞ്ഞൊരു പ്രശ്നമാണത്, സുന്നി ഷിയ എന്നുള്ളത്. അത് അലി ബിൻ ത്വാലിഫ്, അലിയുടെ പേരിലും അതുപോലെ അന്നത്തെ സിദ്ദീഖ് അബൂബക്കറിൻ്റെ പേരിലുണ്ടായ ഇത് ഈ വിഷയത്തിൽ പെടുന്നില്ല. പക്ഷേ 2 പ്രബല സമുദായം ഇറാനിൽ മുഴുവൻ ഷിയകളാണ്. ഇവിടെ അറേബ്യൻ ഗൾഫിൽ മുഴുവൻ സുന്നികളാണ്. അപ്പം അങ്ങനെ എങ്കിലും ഇവർ തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ ഇങ്ങനെ ചില സങ്കീർണതകളുമുണ്ട്. നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ച് വ്യാപാരം വർദ്ധിപ്പിച്ച് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇറാനെതിരായിട്ടുള്ള സൈനിക നീക്കങ്ങൾക്കുള്ള ലോഞ്ചിങ്, അതിനുള്ള സ്ഥലമായിട്ട്, അതിനുള്ള ഭൂമികയായിട്ട് സ്വന്തം പ്രദേശം ഉപയോഗിക്കാൻ ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് അകന്നു നിന്നിരുന്ന ഈ 2 സമൂഹങ്ങൾ, സുന്നി ഷിയ, അവർ പതുക്കെ അടുക്കാൻ നടക്കുമ്പോൾ ഇറാൻ മറ്റുള്ള രാഷ്ട്രങ്ങളുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു നില നിൽക്കുമ്പോൾ, അതാണ് മുമ്പ് പറഞ്ഞത്, നയതന്ത്ര ബന്ധങ്ങളെ പുനഃസ്ഥാപിച്ച് ഇറാനും സൗദിയായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ എത്രയോ കാലത്തിന് ശേഷം പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ വ്യാപാരം, വ്യവസായം അത് വർദ്ധിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ UAE ഒരു ലോഞ്ചിങ് പാഡായിട്ട് ഉപയോഗിച്ചുകൊണ്ട്
ഇറാനെ ആക്രമിക്കാൻ സമ്മതിക്കില്ലെന്ന് അറുത്തുമുറിച്ച് പറഞ്ഞിരിക്കുകയാണ് UAE. അതുകൊണ്ട് എന്ത് കാര്യമുണ്ടെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാര്യമുണ്ട്, അതും വലിയൊരു സ്വരമാണല്ലോ. UAE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് ബഹ്റൈൻ അത് പറയാൻ ശേഷിയുണ്ടാവും. ചിലപ്പോൾ ഖത്തറും പറഞ്ഞു തന്നിരിക്കും, അവിടെയുള്ള മറ്റുള്ള ഒമാൻ പറഞ്ഞു തന്നിരിക്കും. ആയതുകൊണ്ട് തന്നെ UAE മുൻകൈയെടുത്ത് ഇത്തരം ഒരു കാര്യം പറഞ്ഞതിന് മുമ്പ് പറഞ്ഞ പോലെ അവർക്ക് വലുതായിട്ടുള്ളൊരു സല്യൂട്ട് കൊടുക്കേണ്ടതുണ്ട്. നമസ്കാരം.